എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 1:30 ആരംഭിക്കുന്നത്. മത്സരം തത്സമയം സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും കാണാൻ സാധിക്കുന്നതാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പര സമനിലയിലാണ് കലാശിച്ചതെങ്കിലും ഈ പരമ്പര തൂത്തുവാരാൻ തന്നെ ആയിരിക്കും ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ കൂടുതൽ യുവതാരനിരയുമായാണ് ഇന്ത്യ ഇറങ്ങുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഈ മത്സരങ്ങളിലും ഇന്ത്യൻ ടീമിലില്ല. KL രാഹുലിന്റെ കീഴിലാണ് ഇന്ത്യ ഏകദിന പരമ്പരയ്ക്കിറങ്ങുന്നത്. ഇന്ത്യക്കൊപ്പം നിരവധി യുവതാരങ്ങളുണ്ട്. അതിൽ എല്ലാവരും തന്നെ മികച്ച ഫോമിലുമാണ്. ഇനി ഇന്ത്യയുടെ ഒന്നാം ഏകദിന മത്സരത്തിന്റെ പ്ലേയിങ് 11ലേക്ക് വന്നാൽ ഓപ്പണർമാരായി ഋതുരാജ് ഗെയ്ക്വാദും രജത് പാട്ടിദാറും ഇറങ്ങും. രജത് പാട്ടിദാർ തുടക്കം മുതൽ കടന്നാക്രമിക്കുമ്പോൾ ഋതുരാജ് പതിയെ ടീം സ്കോർ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. 3-ാം നമ്പറിൽ ശ്രേയസ് അയ്യർ എത്തും. വിരാട് കോഹ്ലി പരമ്പരയ്ക്കില്ല, അതുകൊണ്ട് തന്നെ ആ റോളിൽ കളിക്കാൻ ശ്രേയസ് അയ്യരാണ് ഉത്തമം. 4-ാം നമ്പറിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ KL രാഹുൽ ഇറങ്ങും. 5-ാം നമ്പറിൽ മലയാളി താരം സഞ്ജു ആയിരിക്കും എത്തുക. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീമിലെത്തുന്ന സഞ്ജു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള മിന്നും പ്രകടനം കാഴ്ചവെക്കും എന്ന് ഉറപ്പാണ്. 6-ാം നമ്പറിൽ ഇന്ത്യൻ ഫിനിഷർ റിങ്കു സിംഗ് ഇറങ്ങും. ഇനി ബൗളിംഗ് നിരയിലേക്ക് വന്നുകഴിഞ്ഞാൽ അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചഹൽ, ദീപക് ചഹാർ എന്നിവരടങ്ങിയ മികച്ച ബൗളിംഗ് യൂണിറ്റ് തന്നെയാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്താന് ഏറ്റവും മികച്ച പ്ലേയിങ് 11 തന്നെയാണ് കളത്തിൽ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയെ തറപ്പറ്റിക്കാം എന്ന ആത്മവിശ്വാസത്തിൽ ആണ് ഇന്ത്യ. മറുവശത്ത് സൗത്ത് ആഫ്രിക്ക ആകട്ടെ അവരുടെ സ്വന്തം തട്ടകത്തിൽ ഫുൾ സ്ട്രെങ്ത് ടീമും ആയാണ് കളത്തിലിറങ്ങുന്നത്. ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചതിന് പകരം തീർക്കാനായിരിക്കും അവർ ഇന്ന് കളത്തിലിറങ്ങാൻ പോകുന്നത്. അവർക്ക് മുന്നിൽ ഇന്ത്യ എങ്ങനെ പൊരുതും എന്ന് നോക്കി തന്നെ കാണാം. ഇന്ത്യ സീനിയർ താരങ്ങളുടെ അഭാവത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ പരമ്പര നേടിയാൽ അത് ചരിത്രമായി മാറുമെന്നുറപ്പാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.